അച്ഛന്റെ റോൾ ഇങ്ങനെ ഒരാള് നമ്മൾ ആലോചിച്ചിട്ട് രാജേട്ടൻ്റെ അടുത്ത് പറയണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറയാൻ ഞാൻ വിളിച്ചു. അങ്ങനെയാണ് ഈ പടത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അച്ഛൻ തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞ സമയത്ത്. ഇല്ല പേടി അങ്ങനൊന്നുമില്ല. അച്ഛൻ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ നമ്മളൊന്നിനും പേടിക്കണം. പണ്ട് മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞെങ്കിൽ പണ്ടേ ആരെയും പേടിയില്ല, വലിയ പേടിയൊന്നുമില്ല, അച്ഛന് തീരെ ഇല്ല. അല്ല അങ്ങനെ റെസ്പെക്ട് എന്നുള്ള ഒരു വേറെ അല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ്? എന്തായാലും നമ്മളൊരു ഡിയർ വാപ്പി റൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതൊരു അച്ഛന്റെയും മകളുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ് അല്ലേ? പക്ഷെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അച്ഛന്റെയും മകന്റെയും കഥയാണ്. ഡിയർ വാപ്പി എന്നുള്ളതാണ് റൗണ്ടിന്റെ പേര്. അത് നിങ്ങൾ അച്ഛൻ മകൻ ബോണ്ട് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് ചുഴിഞ്ഞു നോക്കാൻ പോവാണ്. ഓക്കെ, ചോദിക്കട്ടെ, എന്റെ അച്ഛന്റെ പുറം ലോകത്തിന് അറിയാത്ത ഒരു വാപ്പി ഫേസ് ഉണ്ട്, അത് ഡാഷാണ്. നമുക്ക് ആർക്കും അറിയാത്ത മണിയമ്പളി രാജേട്ടന്റെ ഒരു ഫേസ്, അച്ഛൻ ഫേസ് നമുക്ക് ആർക്കും അറിയാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അച്ഛൻ വെളിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആള് വീട്ടിലും. ഫുൾ ചില്ലാണ്, ചൂടാവും, ദേഷ്യമൊക്കെ വിടും ഭയങ്കരമായിട്ട്. പക്ഷെ അത് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. എല്ലാ ആൾ അതുപോലെയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അറിയാത്ത എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഹാബിറ്റോ അല്ലെങ്കിൽ സ്വഭാവമോ ഒരു അങ്ങനെ ഹാബിറ്റുകളൊന്നും, അങ്ങനത്തെ ഹാബിറ്റുകളൊന്നും ഇല്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അറിയാം, ജ്യൂസ് കൊടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറക്റ്റായിട്ട് രാവിലെ എണീക്കും, ഭയങ്കര എന്നും 6 മണിക്ക് എണീക്കും. പിന്നെ ഒരു പത്രം അച്ഛനെ ആദ്യം വായിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പത്രം എടുത്തുകൊണ്ട് കാണാം. എന്നിട്ട് അവിടെ പിന്നെ കറക്റ്റ് ഓൺ ടൈമാണ് എല്ലാ കാര്യങ്ങളും. ഫുഡൊക്കെ പഞ്ച്വാലിറ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് 8:30 കഴിക്കും, ലഞ്ച് 12:30, 11 മണിക്ക് എന്തെങ്കിലും വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത്. ഞാൻ അതുപോലെയൊക്കെ തന്നെയാണ്. ഇല്ല, അത് ഞാൻ എനിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ എണീക്കണമെന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ 4 മണി 5 മണിയൊക്കെ എണീക്കും. അല്ലെങ്കിൽ എന്തിനാ കളിക്കാൻ പോകുന്നോ ഓടാൻ പോകുന്നതൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എണീക്കും. അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7. ഞാൻ അങ്ങനെ ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ടൈം കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. 7:30 വരെ ഉറങ്ങത്തുള്ളൂ മാക്സിമം. നന്നായത്. സ്നേഹം കൂടുമ്പോ എന്റെ അച്ഛൻ എന്നെ ഡാഷ് എന്നും ദേഷ്യം വരുമ്പോ എന്നെ ഡാഷ് എന്നും വിളിക്കും. അങ്ങനെ സ്നേഹം എപ്പോഴും മക്കളെ എന്നാണ് വിളിക്കുന്നത്. മക്കളെ മോനെ അങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. നീ ദേഷ്യം വരുന്ന സമയത്ത് അപ്പോഴും മക്കളെ തന്നെ വിളിക്കുക? ഇപ്പോഴും എന്താണ് വിളിക്കുന്നത് ഇങ്ങനെ ആലോചിക്കും. അച്ഛന് ദേഷ്യം വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ അച്ഛന് ദേഷ്യം വരുന്നത് ഈ എന്റെ വീട്ടിൽ ചേട്ടനും അമ്മയൊക്കെ സമയം കുറച്ച് ലാഗിന്റെ ആൾക്കാരാണ്, കുറച്ച് ലാഗായിട്ട് ഇറങ്ങണം. അപ്പൊ അതിനൊന്നും ഇഷ്ടമല്ല, ചൂടാവും, സമയത്ത് ഇറങ്ങണം. പിന്നെ അവരുടെ അച്ഛൻ ഫുഡിന്റെ കാര്യത്തിലും ഇങ്ങനെ ടേസ്റ്റിന്റെ ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഫുഡ് ഭയങ്കര എന്തെങ്കിലും പ്രശ്നം പറ്റിയാ അപ്പം പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല അച്ഛൻ എന്താണെന്നുണ്ട്, അതൊരു അപ്പം തന്നെ പറയണമെന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ ഇതാണ് ആനീസ് കിച്ചണിലാണ് എപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് അച്ഛനോട് ഫുഡൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്ന ആളുകൾക്ക് പേടിയ, കാരണം അച്ഛനുള്ളത് ഇഷ്ടപ്പെട്ട പറഞ്ഞുകൊണ്ട് പൊഴുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കൊണ്ട്. ഓക്കെ, അച്ഛൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറും അല്ലെങ്കിൽ ഡയലോഗും ഡാഷാണ് അച്ഛൻ്റെ. അത് ഒബ്വിയസ്ലി ഒരു ആൻസർ, മിന്നാരം മല അതാണ് ഏറ്റവും ഫേമസ്. മലയല്ല, കുന്ന് ആ സാധനം. അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം വഴി ഡാഷാണ്. വണ്ടി സ്പീഡിൽ ഓടിക്കുക. അപ്പൊ സ്പീഡിൽ ഓടിക്കുക ഇപ്പം അല്ല, പണ്ട് ഇഷ്ടമായിരുന്നു സ്പീഡിൽ ഓടിക്കാന്ന്. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞത്, ഇപ്പൊ ഭയങ്കര പതുക്കെ പോകണമെന്നാണ്. നമുക്ക് എൻജോയ് ചെയ്ത് പോവാം, എല്ലാം കണ്ടൊക്കെ പോകണം. നമ്മൾ എന്തിനാണ് എല്ലാം കണ്ടൊക്കെ പോവാന്ന് പറയുന്നത്. സ്പീഡിൽ ഒരു 60 കൂടുതൽ പോയി കഴിഞ്ഞാൽ അപ്പൊ അച്ഛൻ, എന്റെ അച്ഛനും അമ്മയും 50 പോയാലും പ്രശ്നമാണ്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ ഡാഷ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഭയങ്കര മുഖത്ത് നോക്കി പറയും, ഉള്ളതുള്ളവരെ പറയാം. ഇപ്പൊ ഏതെങ്കിലും നമ്മളെ സിനിമ കണ്ടിട്ട് നല്ല കൂറപ്പടമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്താ? അപ്പൊ അത് തന്നെ സെയിം കാര്യം തന്നെയാണ്. ചിലപ്പോ പറയേണ്ട ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങൾ പറയണ്ട, ഒരാളെ വിഷമിപ്പിക്കുകയോ അങ്ങനെ ചെയ്യണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ല, അങ്ങ് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ചില സമയങ്ങളിൽ നമ്മൾ പിടിച്ചു വെക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഓക്കെ, എന്നെ പറ്റി മൊത്തത്തില് അച്ഛൻ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉള്ള ഒരു അഭിപ്രായം? ഞാൻ ഭയങ്കര
ഭയങ്കര കൊച്ചിലെ ഞാൻ ഭയങ്കര കുസൃതിയും എനിക്കറിയാലോ. അപ്പം കുരുത്തക്കേടിന്റെ ആശാനാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. ഭയങ്കര കുരുത്തക്കേടിന്റെ ഇല്ലില്ല. അച്ഛൻ എപ്പോഴും ഏതോ ഇന്റർവ്യൂല് തിരുത്തി പറഞ്ഞിട്ടുണ്ട്, പണ്ട് അവന് ഭയങ്കര കുരുത്തക്കേട്, പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ സെറ്റിൽ പോയപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചപ്പോ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വീട്ടില് എനിക്കൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പ്രശ്നമല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഇതാണ്. അപ്പൊ ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ശരിയല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല. അത് ചിലപ്പോൾ തർക്കുത്തരം പറച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും. ഓക്കെ. ഇപ്പൊ അച്ഛനും മകനും അഭിനയിച്ചതിന് ശേഷം ഇപ്പൊ പ്രിവ്യൂ കാണാൻ അച്ഛനുണ്ടായിരുന്നു. പ്രിവ്യൂ എന്നിട്ട് അച്ഛൻ എന്താ മോന്റെ അഭിനയത്തെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനും അഭിനയിച്ചുകൊണ്ട് അച്ഛൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അച്ഛൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പടവും നന്നായിട്ടുണ്ട്. ഞാനും എന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. നല്ല പിടുത്തൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ ഡിയർ വാപ്പിയിൽ ആദ്യം അച്ഛനായിട്ട് ആരെയാ കാസ്റ്റ് ചെയ്ത്? അറിയില്ല. അതെനിക്ക് ആ സമയത്ത് കാസ്റ്റിങ്ങിനെ പറ്റി പടം ഞാൻ കമ്മിറ്റ് ചെയ്ത് ഒരു 2 months കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചത്, ഇങ്ങനെ അച്ഛൻ്റെ റോള് ചെയ്യുക, ഇതിങ്ങനെ 2-3 സീനേ ഉള്ളൂ, 3-4 സീനേ ഉള്ളൂ, പക്ഷെ നല്ല സാധനങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് മദറിലോ ആയിട്ട് അഭിനയിക്കുന്ന ചേച്ചി ശ്രീരേഖ, ആ ചേച്ചിയും താങ്കൾ തമ്മിൽ വലിയ പ്രായത്തിന് വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. ആ പുള്ളിക്കാരത്തിയാണ് നമ്മുടെ അമ്മയായിട്ട്. ചേച്ചിനെ കണ്ടാൽ പിന്നെ അനഘയായിട്ടുള്ള ഭയങ്കര കട്ടുമുണ്ട്. അതെ, അനഘയായിട്ട് ഭയങ്കര കട്ടുമുണ്ട്. അപ്പം എന്താ പറയാ, ചേച്ചി ഭയങ്കര, എനിക്ക് ഇന്നും പടം കഴിഞ്ഞ് കുറെ അഭിപ്രായം, ചേച്ചി സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഫസ്റ്റ് പടത്തിലെ. അപ്പൊ പിന്നെ ഇതിന്റെ അതും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം ഈ ഡയറക്ടർ പറഞ്ഞല്ലോ ശ്രീരേഖയാണ് ചേച്ചിനെ കണ്ട് ഇപ്പോൾ ഈ ചേച്ചിയാണ് നമ്മളെ മദറിലോ ആയിട്ട് അഭിനയിക്കാൻ പോകുന്നുള്ള ഒരു തോന്നലുണ്ടായ ഒരു ഫസ്റ്റ് മൊമെന്റ്. അങ്ങനല്ല, എനിക്കിങ്ങനെ സെറ്റിൽ ആദ്യം കണ്ടപ്പം ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ്, വീൽ എന്ന് പറഞ്ഞ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. വെയിൽ കണ്ടിരുന്നു. വെയിൽ കണ്ടിരുന്നു. അപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. വീല് പിന്നെ കണ്ടത്. അത് കഴിഞ്ഞ് ഷെയ്നകത്തിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച്. അപ്പൊ ഷെയ്നൊക്കെ ഭയങ്കര പെർഫോമറൊക്കെ ആണല്ലോ. അപ്പൊ ഇനിയിപ്പോ ചേച്ചി വിചാരിക്കായിരിക്കും ഇവനാ കൂടെ അഭിനയിക്കുന്നത് അങ്ങനെയുള്ള വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം സംസാരിക്കാൻ പോയില്ല. ഭയങ്കര ബുദ്ധിയുള്ള ടീമുകൾ, ഐ മീൻ ഭയങ്കര എന്താ പറയാ, സഫിസ്റ്റിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ കഥാപാത്രം, മെത്തേഡ് ആക്ടിങ്, അങ്ങനെയൊക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് ഇറിറ്റേറ്റ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ കമ്പനി വന്നപ്പോൾ മനസ്സിലായി നമ്മുടെ ടീമാണ്, എല്ലാ ഹ്യൂമൻ സെൻസും ഭയങ്കര, ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. നമ്മൾ ഭയങ്കര കമ്പനിയായി. ചേച്ചി ഭയങ്കര നമ്മള് ചേച്ചിന്റെ ഇപ്പൊ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ചേച്ചി മിമിക്രി ഭയങ്കരമായിട്ട് മിമിക്രി പാടി അങ്ങനെ ചെയ്യുന്നത് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. നന്നായിട്ട് പാടും, എല്ലാം ഉണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട്. ഇനി പുറം ലോകത്തിന് അറിയാത്ത മറ്റൊരു സത്യം ഞാൻ വിടട്ടെ, നിരഞ്ജനെ പറ്റി. എന്നെ പറ്റിയാ? നിരഞ്ജൻ മോശമല്ല മിമിക്രിയിൽ, അത്യാവശ്യം നന്നായിട്ട് മിമിക്രി. ചുമ്മാ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ടേഴ്സിനെ അച്ഛനെ അനുകരിച്ച് കാണിക്കുന്നു ഞാൻ അറിഞ്ഞല്ലോ. ഇല്ല, ഞാൻ അനുകരിക്കുന്ന കൂടുതലും എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. മമ്മൂക്കനെ ഇമിറ്റേറ്റ് ചെയ്യില്ലായിരുന്നോ? ഇല്ല, അത് മറ്റേ ഡബ് സ്മാഷ് ചെയ്തായിരുന്നു. അതിനകത്ത് ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ, വാ അനക്കിയാൽ മതിയല്ല, പോണ കണ്ട ആ സാധനം ഇല്ല. അപ്പൊ അതൊക്കെ ഡബ് സ്മാഷ് ചെയ്ത് അയച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ.